ഒത്തിരിയേറെ യാത്രകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. യാത്രകളുടെ പ്രാധാന്യമേറുന്നത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തെ ആശ്രയിച്ചാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വഴിയോര കാഴ്ചകൾ കണ്ട് സായുജ്യമടയാനല്ലല്ലോ പ്രിയമുള്ളവരെ നമ്മുടെയൊന്നും ജീവിതയാത്രയുടെ ലക്ഷ്യവും ഉദ്ദേശമൊക്കെ. ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ കാഴ്ചകൾക്ക് തന്നെ വ്യത്യസ്ത മാനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബാല്യത്തിൽ മായിക കാഴ്ചകൾ കാണാനും യൗവനത്തിൽ ഉള്ളതിനെ കാണാതെ ഉള്ളിലുള്ളതിനെ കാണുവാനും അത് വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ ഭക്തിയുടെ ചില കാഴ്ചകളൊക്കെ കാണാനായിട്ടാണ് നമ്മുടെ ഈ യാത്രകളും കാഴ്ചകളുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കുക. ക്രൈസ്തവ ജീവിതം ഒരു യാത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ യാത്രയുടെ നീളുന്നത് തമ്പുരാന്റെ രണ്ടാം വരവ് വരെയാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഈ യാത്രയുടെ ഉദ്ദേശം നഷ്ടപ്പെട്ട ദൈവ സ്വരൂപത്തെയും ദൈവ സാദൃശ്യത്തെയും സ്വായത്തമാക്കുക എന്നുള്ളതാണോ? ഈ യാത്രയുടെ പരമപ്രധാനമായ ലക്ഷ്യം ദൈവീകരണത്തിലേക്ക് വളരുകയും ഈ യാത്രയ്ക്ക് ഞാനും നിങ്ങളുമൊക്കെ കരുതുന്ന പാതയമാണ് ഇതുപോലുള്ള പ്രാർത്ഥനാ സംഗമങ്ങളും നോമ്പുകളും പ്രാർത്ഥനകളും ദണ്ഡനമസ്കാരങ്ങളും ആചാര നൽവരത്തുനിന്ന് സ്വായത്തമാക്കുന്ന ദൈവീക കൃപകളുമൊക്കെ ഈ യാത്രകൾക്ക് ഞാനും നിങ്ങളുമൊക്കെ കയ്യിൽ കരുതേണ്ട ചില പാതയമാണ്, വഴിയാഹാരമാണെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഈ ധ്യാന അന്തരീക്ഷത്തിൽ ഈ പ്രബോധന ശുശ്രൂഷയിലൂടെ ശ്രദ്ധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലൊക്കെ ഈ അഭയം സംഗമത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ 5 യാത്രകൾ അക്കമിട്ട് നിരത്തിയിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ 1ാം യാത്ര നമ്മൾ കാണുന്നത് അത് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിലാണ്. ഒന്ന് വായിച്ചു. നമ്മളൊക്കെ മലങ്കര നസ്രാണികളാണല്ലോ. അണിഞ്ഞൊരുങ്ങി സുന്ദരന്മാരായും സുന്ദരികളായും കയ്യിലൊന്നുമില്ലാതെ കൈവീശി നമ്മൾ എങ്ങോട്ടേലും വന്നാൽ എങ്ങോട്ടാ? തിരുവചന ശുശ്രൂഷ ശ്രവിക്കുവാൻ ദേവാലയത്തിലേക്കാ. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകളുടെ വേദപുസ്തകമില്ല. ന്യൂനപക്ഷങ്ങളായ ആളുകളുടെ മാത്രമേ ഉള്ളല്ലോ വേദപുസ്തകം. അതുകൊണ്ട് ആരെയും ഒക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ നാളിൽ മറിയ എഴുന്നേറ്റ് യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു എന്നുള്ളതാണ് വാക്യം. യഹൂദിയ പട്ടണത്തിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ യാത്രയാണ് ഇതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അനേക ദിവസത്തെ യാത്രാ ക്ലേശം അനുഭവിച്ച വാർദ്ധക്യത്തിൽ ഗർഭിണിയായ തന്റെ ചാർച്ചക്കാരി എലിശബയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പാലസ്തീന്റെ വടക്ക് ഭാഗമായ ഗലീലയിലെ താഴ്വാരങ്ങളും താഴ്വീതികളും ചോക്കുമലകളും തരണം ചെയ്തുകൊണ്ട് തെക്കുഭാഗത്തുള്ള പർവ്വത പ്രദേശമായ യഹൂദിയിലേക്ക് കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള പരിശുദ്ധ അമ്മ നടത്തുന്ന ഈ യാത്രയുടെ പ്രത്യേകത എന്താ? തന്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനാ. ആരാ ചാർച്ചക്കാരി? ചാർച്ചക്കാരി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ കസിൻ സിസ്റ്റർ ആര്? എലിശബ. പരിശുദ്ധ അമ്മയുടെ യഹൂദ്യ പട്ടണത്തിലേക്കുള്ള ഈ യാത്ര കേവലം 13 വയസ്സ് മാത്രമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്ത് പ്രായമെന്നാണ് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരുടെയും സഭാചരിത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ജോസിഫസിന്റെ ഒക്കെ രചനകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധ്യമാകുന്നത്. കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പരിശുദ്ധ അമ്മ താഴ്വാരങ്ങളും താഴ്വീതികളും ചോക്കുമലകളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് നസറേത്തിൽ നിന്നും യഹൂദ്യ പട്ടണത്തിലേക്ക് പോകുന്നത് തന്റെ ചാർച്ചക്കാരി എലിശബയെ ശുശ്രൂഷിക്കുവാനാണെങ്കിൽ ഈ യാത്രയ്ക്ക് പരിശുദ്ധ അമ്മയുടെ നിയോഗം സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്രയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ യഹൂദ്യ പട്ടണത്തിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്ര. തന്റെ സഹോദരിയല്ലേ എലിശബ. എന്തിനാ പോകുന്നത്? ചുമ്മാ അവിടെ ചെന്നിട്ട് ഇങ്ങ് പോരാനാണോ? അല്ല. എന്തിനു വേണ്ടിയാ?
ശുശ്രൂഷിക്കുവാൻ വേണ്ടി, വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിശബയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ പോകുന്നത്. അവിടെ സുവിശേഷകൻ എഴുതി വെച്ചത് അനേക ബദ്ധപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ യാത്ര നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സഞ്ചരിക്കാൻ നമുക്ക് നല്ല നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവന്റെയും വിവരങ്ങൾ അനുദിനം അനുനിമിഷം അറിയുവാൻ നമ്മുടെ വിരൽത്തുമ്പിലാണ് സാധ്യതകളുടെ വിസ്ഫോടനങ്ങൾ. പക്ഷെ നമ്മളുടെ സാഹോദര ബന്ധവും ശുശ്രൂഷ മനോഭാവവും ഒക്കെ ഇന്നെവിടെയാണ് പ്രിയമുള്ളവരെ? കുടുംബജീവിതം നയിക്കുകയും ഗാർഹിക ചുറ്റുവട്ടങ്ങളിൽ ഏൽക്കുകയും സാമൂഹ്യപരമായി പലവിധമായ ഉപവിയുടെയും ഉപജീവനത്തിന്റെയും ഒക്കെ മാർഗമന്വേഷിച്ച് ജീവിക്കുന്ന നമ്മോട് തന്നെ ഒരു വെല്ലുവിളിയല്ലേ പ്രിയമുള്ളവരെ? പരിശുദ്ധ അമ്മയുടെ ഈ വലിയ അനുഭവങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ബുധനാഴ്ചയാണ്, പരിശുദ്ധ അമ്മയുടെ വചനിപ്പിനെയും വാങ്ങിപ്പിനെയും ഒക്കെ സമഞ്ജസമായി സഭ സ്മരിക്കുന്ന ദിവസം കൂടിയായിരുന്നു. പക്ഷെ ഈ ശുശ്രൂഷ മനോഭാവവും സാഹോദര്യ ബന്ധമൊക്കെ ഇന്നിവിടെയാണ്. പിണ്ടം പിതൃക്കൾക്ക് വെക്കാതെ പള്ളിക്കും കാവിനും എന്നെണ്ണി മാറ്റി അന്നത്തെ അന്നത്തിന് അന്യനെ അപഹരിക്കുന്ന മതാത്മകതകളുടെ ഒരു കാലഘട്ടത്തിലല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുക? അവിടെയാണ് സാഹോദര്യ ബന്ധത്തെയും ശുശ്രൂഷ മനോഭാവത്തെയും ഒക്കെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ യഹോവയായ ദൈവത്തിന്റെ ചോദ്യം, കയീൻ കയീൻ കയീൻ, എവിടെ നിന്റെ സഹോദരൻ ഹാബേൽ എന്നുള്ളതാണ്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന കായേന്മാരുടെ വല്ലാത്ത കാലഘട്ടത്തിലാണ് സാഹോദര്യ ബന്ധത്തെയൊക്കെ ഒന്ന് വീണ്ടെടുക്കുവാൻ സാധ്യമാവുക. നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങളിൽ ഇന്ന് എത്രമാത്രം അതിരുകളുടെയും അതിർവരമ്പുകളുടെയും ഒക്കെ ഭാഷകളാ സംസാരിക്കുക. സഹോദരൻ പിന്നിട്ട സഹോദരങ്ങളോട് പിതൃസ്വത്തിന്റെ അവകാശത്തെ ചൊല്ലി കലവല കൂടുകയും കൊതുകിനെ കൊല്ലുന്ന ലാഘവത്വത്തോടുകൂടി സഹോദരന്റെ കഴുത്തറക്കുവാൻ ഒരു മടിയുമില്ലാത്ത ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെ ഇന്ന് പെരുകുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ സാഹോദര്യ ബന്ധം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഒരാത്മവിമർശനത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ദേവാലയത്തിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? സ്വന്തം ഉദരം പിന്നിട്ട സഹോദരങ്ങളോടൊന്ന് ആത്മാർത്ഥമായി സംസാരിച്ചിട്ട് എത്ര നാളായി പ്രിയമുള്ളവരെ? തൊട്ടയൽവക്കത്ത് ജീവിക്കുന്ന പ്രിയമുള്ളവരോട് ഒന്ന് ആത്മാർത്ഥമായി സംസാരിച്ചിട്ട് എത്ര നാളായി? എന്നിട്ട് നമ്മൾ ഈ ദേവാലയത്തിന്റെ ഉള്ളറകൾ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഒരനുതാപവും ഒരു മടിയുമില്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സംഗമത്തിൽ വരുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധ്യമാവണ്ടേ? കുടുംബജീവിതം നയിക്കുമ്പോൾ എത്ര അതിർത്തികളുടെയും അതിർവരമ്പുകളുടെയും ഭാഷകളാണ്. വിവാഹ ജീവിതം നയിക്കുന്നവർക്കറിയാം. ആദ്യ നാളുകളെ പോലെയാണോ ഇന്ന്? ആദ്യ നാളുകളെ പോലെയാണോ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ഇന്ന്? അല്ലെന്ന് തലയാട്ടുന്നു. 10 വയസ്സ് പ്രായമുള്ളൂ കൊച്ചന്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആദ്യ കാലഘട്ടം പോലെ അല്ലെന്ന്. 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ മക്കളെ. നമ്മൾ നോക്കി പാർത്ത് ഇങ്ങനെ ഇരിക്കുകയാ. ഭാര്യ ഭർത്തൃ ബന്ധം ആദ്യ നാളുകളെ പോലെ അല്ലെന്ന്. കുടുംബജീവിതം നയിക്കുന്നവർക്കറിയാം. അതിന്റെ ആദ്യ നാളുകളെ പോലെയാണോ പ്രിയമുള്ളവരെ? എത്ര അതിർത്തികളുടെയും അതിർവരമ്പുകളുടെയും ഭാഷകളാണ് നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെ അവശേഷിപ്പിക്കുന്നത് ഓരോ ദിവസവും. കുടുംബജീവിതം വിജയിപ്പിക്കാനുള്ള സിമ്പിൾ ട്രിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 3.5 വർഷമേ ആയിട്ടുള്ളൂ ഞാനൊരു കുടുംബജീവിതം നയിച്ചിട്ട്. എന്നാലും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നമ്മൾ അനുഭവിക്കാത്ത യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണല്ലോ എന്ന് മലയാള സാഹിത്യത്തിൽ എഴുതി വെച്ചത് ഓർത്തഡോക്സുകാരന്റെ അഭിമാനമായ ബെന്യാമിൻ. നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യം നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ. കുടുംബജീവിതം വിജയിപ്പിക്കാനുള്ള സിമ്പിൾ ട്രിക്ക് അത്രയും നേരം ശ്രദ്ധിക്കാതിരുന്ന അച്ചായൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു. എന്റെ അച്ഛ ഒന്ന് പറ, എന്താണ് ആ സിമ്പിൾ ട്രിക്ക്? ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഡോണ്ട് ടേക്ക് അവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറഞ്ഞാൽ, കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ അമിത വില കൊടുക്കാതിരിക്കുക. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ കറി എന്താടി നീ ഇന്ന് വെക്കാഞ്ഞത് ചോദിക്കരുത്.
ചോദിക്കണമെന്നുണ്ട്. ഞാൻ വെച്ച റിമോട്ട് ചാനല് നിന്നോട് ആരാടി മാറ്റാൻ പറഞ്ഞത്? ചോദിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം എന്താ ഇന്ന് ഞാൻ വരുന്നതിന് മുമ്പേ നീ ചെയ്തു തീർക്കാഞ്ഞത്? ചോദിക്കണമെന്നുണ്ട്. ചോദിക്കരുത്. അപ്പൊ നാവിനോട് പറയണം, അടങ്ങട നാവേ അടങ്ങ. ചിലതിനോടൊക്കെ നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട്, ചിലതിനോടൊക്കെ നമുക്ക് സമരസപ്പെടാൻ സാധ്യമാവുന്നില്ല, ചിലതിനോടൊക്കെ നമുക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാ. പ്രിയമുള്ളവരെ, എന്റെ ഒരു ഉത്തരം കൊണ്ട് എന്റെ വീട്ടിലെ ഒരു നേരത്തെ സന്തോഷം തച്ചുടയ്ക്കുമെങ്കിൽ, തകർക്കുമെങ്കിൽ, ചില നിമിഷങ്ങളിലൊക്കെ നമ്മളൊന്ന് മൗനം പാലിക്കാൻ സാധ്യമാവണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളി. പ്രിയമുള്ളവരെ, ഈ പ്രതികാരത്തിന്റെ മനോഭാവങ്ങളും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങൾ വരുമ്പോൾ എവിടെയാണ് പ്രിയമുള്ളവരെ സാഹോദര്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവത്തിന്റെ യാത്രകൾ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമാവുക? പരിശുദ്ധ അമ്മേ, നിങ്ങളൊന്ന് നോക്കുക. ആരോട് ഒന്നിനോട് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജീവിതത്തെ അതിന്റെ എല്ലാ നിറഭേദങ്ങളോടും കൂടി അനുഭവിക്കുവാൻ തന്നെയല്ലേ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞത്? ഈ യാത്ര നമുക്കറിയാം. എവിടേക്കാ എത്തുന്നത്? എവിടേക്കാ? കല്ലുപ്പാറ പള്ളിയിലോട്ടോ അല്ല. എവിടേക്കാ? എലിശുബയുടെ ഭവനത്തിലേക്കാ. എലിശുബയുടെ ഭവനത്തിലേക്കുള്ള ഈ സംഗമത്തെ പരിശുദ്ധ സഭയുടെ പൗരസ്ത്യ സഭയോ പിതാക്കന്മാർ എഴുതി വെച്ച സീമാ നമസ്കാരത്തിന്റെ വെള്ളി സന്ധ്യയുടെ കോലോയിൽ ഇങ്ങനെ കോറിയിടുന്നുണ്ട്. എലിശുബയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഈ സംഗമത്തെ എങ്ങനെയാ? മറിയാമേ എലിശുബ ലക്ഷ്യപാഞ്ഞെത്തിയ വിസ്മയം, വാഗ്മിയേലിശുബാം മറിയാം രക്ഷകനെ പെറ്റാരാലംബം, ഹല്ലേലൂയ യൂഹ. അതേ പ്രിയമുള്ളവരെ, മാതൃഗർഭത്തിന്റെ ഇരുണ്ട ലോകത്ത് വെച്ച് പോലും ഉടയതമ്പുരാനെ തിരിച്ചറിഞ്ഞ് ഉന്മത്തനായ ആരെക്കുറിച്ചാ? സ്നാപക യോഹന്നാനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളുടെ യാത്രകൾ പരിശുദ്ധ അമ്മ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹജീവികളെയും സഹജീവിതങ്ങളെയും ചേർത്ത് പിടിക്കുവാനും ശുശ്രൂഷയുടെ മനോഭാവങ്ങളുമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ സാഹോദര്യ ബന്ധത്തെ എന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായി പലരോടുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനോടൊക്കെ ഒന്ന് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് മാറുവാൻ നമുക്ക് സാധ്യമാകണം. ക്രൂശിലെ സപ്തമൊഴികളിൽ അവസാന മൊഴികളിൽ ഒന്നാണല്ലോ നിങ്ങൾക്കറിയാം, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ലോകത്തിന് തന്ന ഒരു വലിയ സമ്മാനമാണ് ആര്? പരിശുദ്ധ അമ്മയെ. കർത്താവ് തന്റെ അവസാന നിമിഷങ്ങളിൽ ലോകത്തിന് തന്ന അവസാന സമ്മാനങ്ങളിൽ ഒന്നാ എന്ത്? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മാനവരാശിക്ക് മുഴുവനുമായിട്ടാണ് ആ അമ്മയെ ഏൽപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ അമ്മയുടെ മക്കളായി നാം മാറണമെങ്കിൽ അമ്മയുടെ ശുശ്രൂഷ മനോഭാവം, അമ്മയുടെ സാഹോദര്യ ബന്ധത്തിന് വേണ്ടിയുള്ള ഈ അനേക ബദ്ധപ്പാടുകൾ ഏറ്റെടുത്തതുപോലെ നമുക്കും ഏറ്റെടുക്കുവാനായി സാധ്യമാവട്ടെ എന്ന് ഒന്നാമത് പരിശുദ്ധ അമ്മയുടെ യാത്രയുടെ നിയോഗം. രണ്ടാമത് പരിശുദ്ധ അമ്മയെ നമ്മൾ വീണ്ടും കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിലാണ്. ഒന്ന് വായിക്കാമോ? മതി. ഈ യാത്ര ഗലീലയിലെ നസറേത്തിൽ നിന്നും യഹൂദിയയിലെ ബെത്ലഹേമിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ യാത്രയാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടി യാത്ര നടക്കുന്നത്? പേർവഴി ചാർത്തുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതി പറഞ്ഞ സെൻസസ് എടുക്കുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. ലോകത്തിൽ തന്നെ വലിയൊരു ചരിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. അതിനു മുമ്പെയൊക്കെ സെൻസസ് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലയോ എന്നൊക്കെ പഴയ നിയമത്തിന്റെ പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ചരിത്ര രീതിയിൽ ഇന്നും
എഴുതപ്പെട്ട ആദ്യത്തെ ലോകത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട തെളിവുകളുള്ള സെൻസസ് ആണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന പേർവഴി ചാർത്തുവാൻ വേണ്ടിയുള്ള ഈ യാത്ര. എന്തിനു വേണ്ടിയാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ സെൻസസ് എടുക്കുന്ന? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം 1981, 91, 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യ സെൻസസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തിനു വേണ്ടി ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ സെൻസസ് എടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ആ രാജ്യത്തിലെ കൃത്യമായിട്ടുള്ള കണക്കുകളും ആളോഹരി വരുമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ആ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഒരു രാജ്യം ഇങ്ങനെ സെൻസസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായി പരിശുദ്ധ അമ്മ ഗലീലയിലെ നസറേത്തിൽ നിന്നും യഹൂദിയയിലെ ബെത്ലഹേമിലേക്കുള്ള പരിശുദ്ധ അമ്മയുടെ ഈ യാത്രയുടെ പ്രത്യേകത, പ്രിയമുള്ളവരെ, സാമൂഹികമായ പ്രതിബദ്ധതയുടെ യാത്രയാ അല്ലേ? ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ തനിക്ക് ചില നിയോഗങ്ങളുണ്ട്. നാം ഒക്കെ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ സഭ തരുന്ന ചില നിയോഗങ്ങളുണ്ട്, ഈ സമൂഹം തരുന്ന ചില നിയോഗങ്ങളൊക്കെ ഉണ്ടല്ലേ? ആണല്ലോ. തീർച്ചയായിട്ടും അതിനനുസരിച്ചാണ് സാമൂഹ്യപരമായ ജീവിതം നാം നയിക്കുന്നത്. പ്രത്യേകിച്ച് പലരുടെയും ഒക്കെ ഒരു ധാരണയുണ്ട്, യഥാർത്ഥത്തിൽ സാമൂഹിക ജീവിതം ആത്മീക ജീവിതത്തിൽ നിന്ന് നമ്മളെ മാറ്റുമെന്ന ചില ധാരണപ്പിശമൊക്കെ പലപ്പോഴും പലർക്കും ഒക്കെ ഉണ്ട്. എന്നാൽ പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പലരുമൊക്കെ പറയുന്നു സാമൂഹ്യ ജീവിതം ആത്മീക ജീവിതം എന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ രണ്ട് ജീവിതം ഉണ്ടോ? ഇല്ല എന്നുള്ളതാ. നമ്മുടെ സാമൂഹ്യപരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാവമായി കരുതുന്ന ഒരു സുന്ദര സങ്കല്പമായ യഥാർത്ഥത്തിൽ പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രം എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം തന്നെ ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കിട്ടുന്നത് പോലൊക്കെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ചരിക്കുകയും അപരന്റെ സങ്കടങ്ങൾ അന്വേഷിക്കുകയും വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് കരുതുന്നത്. അതിന് ആസിയാൻസിലെ പിതാക്കന്മാരുടെയൊക്കെ രചനകളിൽ നിന്നും, കപ്പദോക്യം പിതാക്കന്മാരുടെ രചനയിൽ നിന്നും മലങ്കര സഭയ്ക്ക് അത് പഠിപ്പിച്ചത് മലങ്കര സഭയുടെ പണ്ഡിത ശിരോമണി എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അക്കലൂത്തിയ എന്നൊരു സങ്കല്പത്തിലൂടെയാണ് അത് മലങ്കര സഭയെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. കാരണം സാമൂഹ്യ ജീവിതവും ആത്മീക ജീവിതവും എന്ന രണ്ട് ജീവിതം നമുക്കില്ല. നമ്മുടെ സാമൂഹ്യപരമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ടാ നമ്മൾ കരുതുന്നത്. നമ്മൾ പെരുന്നാളിന് പ്രദക്ഷിണം നടത്തും, നമ്മൾ ചിന്തിക്കും നമ്മുടെ ആത്മീയ ഭാവമാണെന്ന്. അതിന്റെ അകത്തിലും ഒരു സാമൂഹ്യ വശങ്ങളില്ലേ പ്രിയമുള്ളവരെ? അതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. എന്താ? യോശുവായും കൂട്ടരും കോട്ടമതിലാ സംരക്ഷിതമായ എരീഹോ പട്ടണത്തിന്റെ ചുറ്റും 6 ദിവസം ഓരോ ആവർത്തി സഞ്ചരിക്കുകയും 7-ാം ദിവസം 7 ആവർത്തി കാഹളമൂതുമ്പോൾ പൈശാചിന്റെ പ്രതീകമായ കോട്ടമതിലാ സംരക്ഷിതമായ എരീഹോ പട്ടണത്തിന്റെ മതിലുകൾ തകർന്ന് തരിപ്പണമാക്കുന്നു എന്നത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലം. എന്നാൽ പുതിയ നിയമത്തിൽ നാം, അല്ലെങ്കിൽ ആധുനിക സഭയിൽ ഈ പ്രദക്ഷിണം നടത്തുമ്പോഴോ ആ കല്ലുപ്പാറയിലുള്ള ഓർത്തഡോക്സുകാരനെ മാത്രം അനുഗ്രഹിക്കാനാണോ? അല്ല. ഈ ദേശത്തെ മുഴുവനായി അനുഗ്രഹിക്കുവാൻ, നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കുവാൻ, സാംക്രമികമായ രോഗങ്ങൾ പെരുകുമ്പോൾ, അസമത്വങ്ങൾ, അവിഹിതമായ വാഴ്ചകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ അതിനെല്ലാം ഉന്മൂലനം ചെയ്യണമേ എന്ന വലിയ രീതിശാസ്ത്രങ്ങളിലാണ് നമ്മൾ ഈ പ്രദക്ഷിണവും ഒക്കെ നടത്തുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ചിന്തിക്കണം, സാമൂഹ്യപരമായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കല്ലുപ്പാറ ദേവാലയത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ദേവാലയമാണ്. അത് 8 നൂറ്റാണ്ടായിക്കോട്ടെ 10 നൂറ്റാണ്ടായിക്കോട്ടെ, എത്രയാണെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മലങ്കര സഭയുടെ അഭിമാനത്തിന്റെ ഈറ്റില്ലമാ കല്ലുപ്പാറ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ദേവാലയത്തിന്റെ ചരിത്രമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന മലങ്കര സഭയുടെ പരിശുദ്ധനാണ് പരിമള തിരുമേനി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രത്യേകിച്ച് പരിമള തിരുമേനിയുടെ എപ്പോഴും നമ്മൾ പരിമള തിരുമേനിയെ ആ കട്ടിലൊക്കെ ചെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. ഈ ദേവാലയത്തിലുമുണ്ട് അദ്ദേഹത്തിന്റെ കട്ടിലും ആ അദ്ദേഹത്തിന്റെ മുറിയും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ.
തീർച്ചയായിട്ടും അവിടെയൊക്കെ ചെന്ന് നമ്മുടെ പരിശുദ്ധ പരിമള തിരുമേനിയോടുള്ള പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന പല ഭാവങ്ങൾ എന്താ? പരിമള തിരുമേനി ഒരു പ്രാർത്ഥന മല്ലനായിട്ട. എന്നാൽ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണം. 7 നേരത്തെ യാമപ്രാർത്ഥനയും അതിന്റെ ഇരട്ടി രഹസ്യ പ്രാർത്ഥനകളും അരണ്ട റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ തന്റെ ഔദ്യോഗിക വസതിയായ പരിമലയിലെ അഴിപ്പുരയ്ക്കുള്ളിൽ നടത്തിയ പരിശുദ്ധൻ തന്നെയാ അദ്ദേഹം. പക്ഷേ ഒരു പ്രാർത്ഥന മല്ലൻ മാത്രമായി നിങ്ങൾ ആ പരിശുദ്ധനെ കാണുവാനായിട്ട് സാധ്യമാവരുത്. അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായ ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നില്ലേ പ്രിയമുള്ളവരെ? 1890 പശ്ചാത്തലത്തിൽ, തിരുവിതാംകൂറിന്റെ പശ്ചാത്തലത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭാവനം ചെയ്യുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ രാജഭരണം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. മറ്റ് നാട്ടുരാജ്യത്തെക്കാളൊക്കെ തിരുവിതാംകൂർ രാജാക്കന്മാർ പ്രജാ തൽപരരായ രാജാക്കന്മാരാണെങ്കിലും തിരുവിതാംകൂർ രാജ്യത്തിലെ ജോലികൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്തപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരോട് സമരം ചെയ്ത മനുഷ്യനാണ് ആര്? പരിമള തിരുമേനി. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭാവനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടർ മലയാളി മൂവ്മെന്റ് എന്ന സമരസമിതിക്ക് രൂപം കൊടുത്ത മനുഷ്യനാണ് ആര്? പരിശുദ്ധനായ പരിമള തിരുമേനി എന്ന് നമ്മൾ മറന്നു പോകരുത്. മേൽജാതി എന്ന് പറയുന്നവർക്ക് മാത്രം വിദ്യാഭ്യാസം പ്രാപ്യമായ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും സമ്പൂർണമായ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മലയാളക്കരയിൽ 200-ലധികം പൊതു പള്ളിക്കൂടങ്ങൾ പണിത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ സഭയല്ലേ പ്രിയമുള്ളവരെ ഇത്? വൈക്കം സത്യാഗ്രഹത്തിൽ വാദോരാതെ സംസാരിക്കുകയും 27,000 അക്രൈസ്തവരുടെ ഭവനത്തിലേക്ക് ചെന്ന് അവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ച വൈക്കം സത്യാഗ്രഹത്തിൽ കീഴ്ജാതി എന്ന് പറയുന്നവർക്ക് വേണ്ടി വാദോരാതെ സംസാരിച്ച ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഔസാത്യോസ് തിരുമേനി ഈ സഭയുടെ മെത്രാപ്പൊലീത്തയല്ലേ? എന്തിനധികം പറയുക? ഈ ദേവാലയത്തിനും ഈ മെത്രാസനത്തിനുമൊക്കെ കഴിഞ്ഞ നാളുകളിൽ സുധീരമായ നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണാർഹനും പുണ്യശ്ലോകനുമായ ഗീവർഗീസ് മാർ ഔസാത്യോസ് തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ദരിദ്ര ലോകത്ത് ധനവാനായി ജീവിക്കുന്നത് പാപമെന്ന് തന്നെയാ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ പിതാക്കന്മാരുടെയൊക്കെ ജീവിതങ്ങൾ നോക്കുക. അവരുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ സാമൂഹ്യപരമായ ഉത്തരവാദിത്തം അവരുടെ ആത്മീക ജീവിതത്തിന്റെ നിദർശനമായി കരുതുന്നു. അതുകൊണ്ട് കടമകളിൽ നിന്ന് ഒളിച്ചോടുന്നവന്റെ കരുത്തല്ല പ്രിയമുള്ളവരെ ആത്മീയത. കടമകൾ ചെയ്തു തീർക്കുന്നവന്റെ ബലമാണ്. സാമൂഹ്യപരമായ പ്രതിബദ്ധതകൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? പഴയ നിയമത്തിലെ ഹന്നെ അനുസ്മരിപ്പിക്കും വിധമുള്ള എലിശബയുടെ വീട്ടിൽ ചെന്ന പരിശുദ്ധ അമ്മ പാടിയ മവർബോ വിമോചനത്തിന്റെ ഗീതങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അഹങ്കാരവും ഗർവവും നിറഞ്ഞ ഹൃദയങ്ങളെ തകർത്ത് താളടിക്കുന്ന ധാർമ്മിക വിപ്ലവത്തിന്റെ സ്വരമുണ്ട് പരിശുദ്ധ അമ്മയുടെ ചില പാട്ടുകളിൽ. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തുന്ന വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ സ്വരമുണ്ട് പരിശുദ്ധ അമ്മയുടെ പാട്ടിൽ. സമ്പന്നരും ദരിദ്രരും എന്ന ഉച്ചനീചത്വവും 2 തട്ടുമില്ലാത്ത സാമ്പത്തിക വിപ്ലവത്തിന്റെ സ്വരമുണ്ട് പരിശുദ്ധ അമ്മയുടെ പാട്ടിൽ. പ്രിയമുള്ളവരെ, ഈ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് തയ്യാറാകുന്നുണ്ടോ? തിരുവചനത്തിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന നടത്തുന്ന ആരാന്നറിയാമോ? ഏറ്റവും ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന ആരാ? ആ കല്ലുപാറക്കാരെങ്കിലും ഒന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? തിരുവചനത്തിലെ ഏറ്റവും ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന ആര് നടത്തുന്നതാ? പരിശുദ്ധ അമ്മയാ പ്രിയമുള്ളവരെ നടത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ. തിരുവചനത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും ഹ്രസ്വമായ എന്നാൽ ആഴമായ ദർശനങ്ങളുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആരാ? പരിശുദ്ധ അമ്മ. എവിടെയാ? കൊത്തനേപുരിയിൽ കാനാവിലെ കല്യാണത്തിന് വീനിന്റെ ദൗർലഭ്യം അനുഭവപ്പെട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മ നടത്തിയ ഏറ്റവും ചെറിയ, തിരുവചനത്തിലെ തന്നെ ഏറ്റവും ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന. എന്താ അമ്മയുടെ പ്രാർത്ഥന? അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല എന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മ നടത്തുന്ന പ്രാർത്ഥനകൾ. ആശങ്കകളും വിഹ്വലതകളും ഒക്കെ ബാധിക്കുമ്പോൾ, പ്രതീക്ഷകളുടെ കൽപ്പരണികൾ കാലിയാകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്,
അയൽപക്കത്തെ അടുക്കളയുടെ ഓരത്തിരിക്കുന്ന കലത്തിൽ മാവുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാവമായി കരുതുന്ന ഒരു സുന്ദര സങ്കല്പത്തെ പറ്റിയൊക്കെ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ പെരുന്നാളുകൾക്കൊക്കെ ചുടുന്ന അപ്പമൊക്കെ മലങ്കര നസ്രാണികളായ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? എന്റെ അമ്മച്ചൊന്ന് പറഞ്ഞു എന്ത് ചെയ്യുമായിരുന്നു? സ്വന്തമായിട്ട് അങ്ങ് തിന്നുമായിരുന്നു? അല്ല, പിന്നെ അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു. നാനാജാതി മതസ്ഥർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു അല്ലേ? എത്ര നാളുകളായി ഇപ്പോൾ ഒരു പെരുന്നാളുകൾക്ക് ചുട്ടപ്പം അയൽപ്പക്ക വീടുകളിൽ കൊണ്ട് കൊടുത്തിട്ട് എത്ര നാളുകളായി നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ച് അവർ തിരിച്ചു തന്നിട്ടും എത്ര നാളുകളായി? എവിടെ പ്രിയമുള്ളവരെ സാമൂഹ്യ ഉത്തരവാദിത്വം? എണ്ണിച്ചുട്ട അപ്പങ്ങൾ കൊണ്ട് സ്വന്തം വിശപ്പിനെ മാത്രം ശമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സങ്കൂചിതത്വത്തിന്റെ വേലിക്കെട്ടുകൾ തീർക്കുന്ന നമുക്ക് എങ്ങനെയാണ് അപരന്റെ ജീവിതത്തിന് വേണ്ടി ഒരപ്പം ചുടുവാനായിട്ട് സാധ്യമാവുക? ഇത് നമ്മളുടെ ആത്മീയതയുടെ ഭാവമാണല്ലോ പ്രിയമുള്ളവരെ. ഈ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു. യാതൊരു ആളുകളുടെയും ഇടപെടലുകളില്ലാതെ പരിശുദ്ധ അമ്മ എത്ര ശാന്തമായി എത്ര സൗമ്യമായിട്ടാണ് ഒരു വീട്ടിലെ കുറവുകൾ ഇടപെടുക. അത് അമ്മമാർക്കാണ് അല്പം കൂടെ മനസ്സിലാവുക അല്ലേ? അപ്പന്മാർക്കും മനസ്സിലാവും. പഴയ കാലഘട്ടത്തിലെ വീട്ടിലെ പണ്ടത്തെ കാലഘട്ടത്തിൽ ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ ഈ കഞ്ഞിയിലൊക്കെ ഇന്ന് അല്പം ചോറൊക്കെ വറ്റൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷം കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഇല്ലായ്മകളുടെ ഭക്ഷണത്തിന്റെ ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ തികയത്തില്ല മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കഴിക്കുവാൻ. അപ്പോൾ അമ്മ പറയും, എന്ത് പറയും? വിശപ്പില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ത് ചെയ്യും? ഈ കഞ്ഞിയിൽ മൊത്തം കല്ലാണെന്ന് പറഞ്ഞ് എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിലെ തലമുറകളൊക്കെ ഓർമ്മപ്പെടുത്തിയത് ഓർക്കുന്നു. സാമൂഹ്യപരമായ ചില ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കണം. പരിശുദ്ധ അമ്മ ബെത്ലഹേമിലേക്കുള്ള ഈ സെൻസസ് എടുക്കുവാൻ, പേർവഴി ചാർത്തുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നടത്തുന്ന ഈ യാത്ര പ്രിയമുള്ളവരെ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങളുടെ യാത്രയാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് പരിശുദ്ധ അമ്മയുടെ യാത്ര നാം കാണുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. പെട്ടെന്നൊന്ന് എടുത്ത് എവിടെ ഈ മത്തായി ശ്ലീഹ? എവിടോട്ടാ പോകുന്നത്? മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കാണ്, പലായനമാണെന്ന് നമുക്കറിയാം. ഹെരോദാവിനെ ഭയന്ന് ഓടിപ്പോകുക. എന്തിനു വേണ്ടിയാ? 2 വയസ്സിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ ക്രിസ്തുവിനെ കൊണ്ട് ബെത്ലഹേമിലെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ നിങ്ങളൊന്ന് സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ച് നോക്കുകയും പ്രസവാനന്തരം ബെത്ലഹേമിലെ പശുക്കൂട്ടിലെ കുന്തിരിക്കത്തിന്റെയും ചാണകത്തിന്റെയും ഒന്നും വാസന പോലും ആസ്വദിക്കുവാൻ സാവകാശം കിട്ടാതെ ചോരക്കുഞ്ഞുമായി പെറ്റുനോവുമായി പരിശുദ്ധ അമ്മ എവിടേക്ക് പോകുക? മിസ്രൈമിലേക്ക് പോകുകയാണെന്നല്ല പറയേണ്ടത്, ഓടിപ്പോകുകയാ, പലായനം ചെയ്യുക. എന്തിനു വേണ്ടിയാ? തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാ. പരിശുദ്ധ അമ്മയുടെ ഈ 3-ാമത്തെ യാത്ര മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കാണെങ്കിൽ പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം അനുഭവിച്ചിരിക്കുന്ന ക്രൈസ്തവ അനുഭവങ്ങളെ, നാം ജീവിതത്തിൽ സ്വായത്തമാക്കിയിരിക്കുന്ന ദൈവിക ചൈതന്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക്, പലായനം നടത്തുന്നത് എന്നുള്ളതാണ്. രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും അത് തന്നെയാണല്ലോ. അദൃശ്യനായ ദൈവത്തിന് 9 മാസം ഉദരത്തിൽ ഇടം കൊടുത്തുകൊണ്ട് ദൈവപുത്രനെ മനുഷ്യപുത്രനായി രൂപപ്പെടുത്തിക്കൊണ്ട് അവനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയെ രക്ഷാകര ചരിത്രത്തിൽ 1-ാം സ്ഥാനവും പരിശുദ്ധ അമ്മയ്ക്കും അവന് വഴിതെളിക്കുവാൻ വേണ്ടി നീതിസൂര്യനായ ക്രിസ്തുവിന് മുമ്പേ ഉദിച്ചുയർന്നത് കൊണ്ടാണ് സ്നാപക യോഹന്നാന് രക്ഷാകര ചരിത്രത്തിൽ 2-ാം സ്ഥാനം കൊടുക്കുവാൻ കാരണം. എന്താ?
ഇതുപോലെയുള്ള ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ ചില മുറിവുകളും ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ ചില ക്ഷതങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ സാധ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക് നാം അനുഭവിച്ചിരിക്കുന്ന ക്രൈസ്തവ സന്തോഷങ്ങളെ, കൗദാശിക അനുഭവങ്ങളിലൂടെ നാം ഏറ്റെടുത്തിരിക്കുന്ന ദൈവിക ഗുണങ്ങളെ ജീവിതത്തിൽ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവണം എന്നുള്ളതാ. നമ്മളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് അവനെ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ അവനെ ലോകത്ത് കാട്ടിക്കൊടുക്കുവാനുമായിട്ടൊക്കെയുള്ള രീതികൾ നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഭാരത ചരിത്രകാരന്മാരൊക്കെ മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുമ്പോൾ കോറിയിടുന്ന മനോഹരമായ ഒരു പദം ഇങ്ങനെയാണ്: തോമായെ കണ്ട ഭാരതം ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു. അത്രമാത്രം ക്രിസ്തുവിന്റെ ഗുണഗണങ്ങൾ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ഭാരത സഭയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നതുകൊണ്ടുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള സാക്ഷ്യമായ യഥാർത്ഥത്തിൽ നമ്മളും ക്രൈസ്തവരാണല്ലോ. ആണല്ലോ, അങ്ങനെയൊക്കെ തന്നെയല്ലേ വിളിക്കുക. പണ്ടൊക്കെ നമ്മളെ അക്രൈസ്തവർ വിളിക്കുമായിരുന്നു എന്താ? സത്യക്രിസ്ത്യാനി. ഇന്നോ ക്രിസ്ത്യാനി എന്ന് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ടോ? അവരുടെ കുഴപ്പമാണോ? അവരുടെ കുഴപ്പമാണോ? നമ്മുടെ വിശുദ്ധ ജീവിതങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ? ദേവാലയത്തിൽ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴുള്ള നമ്മുടെ ഭാവങ്ങളൊക്കെ എന്തെയാ? ഞായറാഴ്ച പള്ളി വരാൻ താമസമല്ലയോ? ഈ അച്ചായന്മാരൊക്കെ ബാത്റൂമിൽ കയറിയാലോ അല്ലെങ്കിൽ വണ്ടി രാവിലെ പള്ളിയിലോട്ട് വരാൻ എടുക്കുമ്പോഴോ ഭയങ്കര താമസം അല്ലയോ? അപ്പോൾ ആദ്യം പറയും, എന്റെ അച്ചായ പെട്ടെന്നൊന്നു വാ, നമുക്ക് പ്രഭാത നമസ്കാരം തീരുന്നതിന് മുമ്പെങ്കിലും ദേവാലയത്തിൽ ചെല്ലണം. കേൾക്കുമോ? ഇല്ല. പിന്നെയും പറയും, അതിന്റെ അച്ചായ പെട്ടെന്നൊന്നു വാ, നമുക്ക് പോകാം. കേൾക്കില്ല. പിന്നെ നമ്മൾ പറയും, ഇവിടെ മനുഷ്യ പെട്ടെന്നൊന്ന് വാ, പള്ളിയിലോട്ട് പോകാം. എന്നിട്ട് താൻ താമസിക്കുകയാണോ? തിരിച്ചു വരുമ്പോ ബാക്കി ഞാൻ അന്നേരം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പള്ളി വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ആ നിപ്പും ഭാവവും ഒക്കെ കാണണം. എങ്ങനെയാ? കൈയൊക്കെ കൂപ്പി ആ സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ദേവാലയത്തിന്റെ ഉള്ളറകൾ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ 9 വൃന്ദം മാലാഖമാർ ഊളിയിട്ട് നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പറക്കുന്ന രീതിയിലാ അന്ന് നിൽക്കുന്നത്. എന്നിട്ട് തിരിച്ച് ഇവിടെ നിന്ന് സ്തുതിയും സ്തോത്രങ്ങളും ഹാലേലൂയകളും വിളിച്ച നാവ് കൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ അടയാളപ്പെടുന്ന എന്തൊക്കെയാ? പറയൊന്നും വേണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭയം പ്രാർത്ഥനയോഗം തന്നെ വേണ്ടെന്ന് തന്നെ വെക്കേണ്ടി വരും. എവിടെ പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിനെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുന്നുണ്ടോ? നമ്മെ കണ്ടവനെ, ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാനുള്ള സാക്ഷ്യമുള്ള ജീവിതമാണോ ഈ പറയുന്ന ഞാനും എന്നെ ശ്രവിക്കുന്ന നിങ്ങളും നയിക്കുന്നത്? വെറ്റ ചവയ്ക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ വെറ്റിലയുടെ മണമുണ്ട് അല്ലേ? പുകവലിക്കുന്നവന്റെ അടുക്കൽ നിന്നാൽ പുകയിലയുടെ മണമുണ്ട്. മദ്യപിക്കുന്നവന്റെ അടുക്കൽ നിന്നാലോ മദ്യത്തിന്റെ മണമുണ്ട്. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എന്നിലും നിങ്ങളിലും എന്തേ? ക്രിസ്തുവിന്റെ രുചിയും മണവും ഓജസ്സും തേജസ്സും കരുത്തും സൗന്ദര്യവും ദൃഢതയും ഒന്നും ഇല്ലാതെ പോകുന്നത് എന്തേ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണ്ടേ? പരിശുദ്ധ അമ്മ ഇത് സംരക്ഷിക്കുകയാണ്. തന്റെ ചോര കുഞ്ഞുമായി പേറ്റുനോവുമായി തന്റെ മകനെ ഒന്ന് നന്നായി കാണുവാനായിട്ടുള്ള സാവകാശം ലഭിക്കാതെ ഈ അമ്മ എത്രയെത്ര ഓട്ടങ്ങളാണ്, അനിശ്ചിതത്വങ്ങളാണ്, അലച്ചിലുകളാണ്, ആശങ്കകളാണ്, വിഹ്വലതകളാണ് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നത്. ക്രിസ്തുവിനെ ലോകത്തിന് പരിശുദ്ധ അമ്മ പകർന്നു കൊടുക്കുന്നുണ്ട്. ജീവനുള്ളവരുടെ മാതാവെന്നാണ് ഹൗവ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം. എങ്കിലും പാപവീഴ്ച മൂലം എന്ത് സംഭവിക്കുന്നു? ഒന്നാം മാതാവായ ഹൗവ മരണമുള്ളവരുടെ മാതാവായി മാറി. പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാർ അതിനെ കോറിയിടുന്നത് ഇങ്ങനെയാണ്: കാതുകൾ കൊണ്ട് ഹൗവ സാത്താന്റെ വചനങ്ങൾ കേട്ടു, കണ്ണുകൾ കൊണ്ട് ഹൗവ പഴത്തിന്റെ ഭംഗി കണ്ടു, മനസ്സുകൊണ്ട് മോഹിച്ചു, കാലുകൊണ്ട് നടന്നെടുത്തു, കൈകൾ കൊണ്ട് പഴം പറിച്ചെടുത്തു, നാവുകൊണ്ട് രുചിച്ചറിഞ്ഞു, ശരീരത്തിന്റെ 10 ശാരീരിക ആന്തരിക ഘടകങ്ങളെയും
പാപഭംഗിലമാക്കി പിശാചിന്റെ ദാസിയായി ഒന്നാം മാതാവ് മരണമുള്ളവരുടെ മാതാവായി മാതൃത്വ ശാപത്തിന്റെ ചിഹ്നമായി മാറുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ രണ്ടാം മാതാവായ രണ്ടാം ഹൗവയായ പരിശുദ്ധ അമ്മ മറിയം എങ്ങനെയാ അതിനെ വീണ്ടെടുക്കുന്നുള്ളത് പുതിയ നിയമത്തിന്റെ പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. കണ്ണുകൾ കൊണ്ട് ഗബ്രിയേൽ ദൂതനെ കണ്ടു, കാതുകൾ കൊണ്ട് ദൈവ നിർദ്ദേശങ്ങൾ കേട്ട, ഇരുകാൽ മുട്ടുകളും ദൈവസന്നിധിയിൽ മടക്കി, ഇരു കരങ്ങളും താഴ്മയോടെ ഭക്തിയോടെ കൂപ്പി, മനസ്സുകൊണ്ട് താഴ്മ സ്വീകരിച്ച ദൈവദാസിയായി കന്യക ഗർഭപാത്രത്തിൽ ദൈവാത്മാവിനെ സ്വീകരിച്ചു. ദൈവപുത്രനെ മനുഷ്യപുത്രനായി രൂപപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ അസാധാരണത്വം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയാമിനെ നമ്മുടെ സഭ കാണുന്നത് സാധാരണ ആളുകളെ പോലെ ജനിച്ചു എന്ന് തന്നെയാണ്. അമലോത്ഭവ സിദ്ധാന്തത്തെ നാം അംഗീകരിക്കാത്തതിന്റെ കാരണം തന്നെ യുയാക്കീമിന്റെയും ഹന്നയുടെയും മകളായി തന്നെ പരിശുദ്ധ അമ്മ ജനിച്ചു എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഒരസാധാരണത്വം പരിശുദ്ധ അമ്മയുടെ ജന്മത്തിൽ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് പൗരസ്ത്യ സഭയുടെ കാഴ്ചപ്പാട്. പിന്നെ എവിടെയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ അസാധാരണത്വം ആരംഭിക്കുന്നത്? എവിടെയാ? ഇന്നും പരിശുദ്ധ അമ്മയെ ഓർക്കുവാനും പരിശുദ്ധന്മാരുടെ രാജ്ഞിയായി രക്ഷാകര ചരിത്രത്തിൽ ഒന്നാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുവാൻ എന്താ കാരണം? പൗരസ്ത്യ സഭ അതിനെ ബഹുമാനിക്കുന്നത് അവളുടെ ജന്മത്തിലോ ജീവിതത്തിലോ അസാധാരണത്വം ഒന്നും തന്നെ പരിശുദ്ധ സഭ കാണുന്നില്ല. പിന്നെ എവിടെയാ അസാധാരണത്വം ആരംഭിക്കുന്നത്? സുവാർത്താദൂതുമായി ദൂതത്തലവനായ ഗബ്രിയേൽ ദൈവമാതാവിന്റെ അടുക്കൽ വരുന്നു. നിന്റെ ഉദരത്തിൽ ഒരു ശിശു ഉരുവാവും, അവന് അതെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന സുവാർത്താദൂതനായ ദൂതത്തലവന്റെ ഗബ്രിയേലിന്റെ സന്ദേശത്തിന് ആമീൻ പറഞ്ഞത് മുതലാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ അസാധാരണത്വം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഒരു അസാധാരണത്വം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പൗരസ്ത്യ സഭ കരുതുന്നില്ല, കാണുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കണം. നാം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ചില അസാധാരണമായ ചില നിയോഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ചില അസാധാരണമായ നമ്മളുടെ തലമുറകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഹജീവികൾക്ക് വേണ്ടി ചില നിയോഗങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മളെപ്പറ്റി നമ്മുടെ പ്രിയമുള്ളവർ, നമ്മുടെ അനന്തര തലമുറകൾ അടയാളപ്പെടുത്തും. എന്റെ മമ്മയുടെ അത്ര, എന്റെ അപ്പയുടെ അത്ര എന്ന് അടയാളപ്പെടുത്തണമെങ്കിൽ അവർക്ക് വേണ്ടി ചില നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യമാവണം. മൂന്നാമത് പരിശുദ്ധ അമ്മയുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ യാത്രയുടെ പ്രത്യേകത എന്താ? ക്രിസ്തുഭാവത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. നാലാമത് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 42 വാക്യം. യെരൂശലേം ദേവാലയത്തിലേക്ക് എന്തിനു പോയി? പെസഹ പെരുന്നാളിന്. നിങ്ങൾക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന്റെ അതിരുകളിൽ എവിടെയാണെങ്കിലും എവിടെ വരണം? യെരൂശലേമിൽ. എത്ര ആവർത്തി വരണം വർഷത്തിൽ? എന്റെ അച്ഛ, എത്രയിലും ആവർത്തി പോകട്ടെ. അഭയം പ്രാർത്ഥനാ സംഗമം ആയതുകൊണ്ടും വികാരിയച്ഛൻ വിളിച്ചതുകൊണ്ടും മാത്രമാണ് അച്ഛ ഞങ്ങൾ വന്നത്. ഞങ്ങളോടൊന്നും ചോദിക്കരുത് അച്ഛ ഒന്ന് പറഞ്ഞു. യഹൂദന്മാർ ഏറ്റവും കുറഞ്ഞത് എത്ര ആവർത്തി യെരൂശലേം ദേവാലയത്തിൽ ഒരു വർഷത്തിൽ വരണമെന്നറിയാമോ? 3 ആവർത്തി. എന്തിനു വേണ്ടിയാ? പെസഹ, പെന്തക്കോസ്തി, കൂടാര പെരുന്നാളുകളായ വലിയ പെരുന്നാളുകൾ ആഘോഷിക്കും. പിന്നെയുമുണ്ട് പെരുന്നാളുകൾ, വിറക് പെരുന്നാൾ, പൂരിം പെരുന്നാൾ, ഹനൂക്ക പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് പലവിധമായ ചെറിയ പെരുന്നാളുകൾ ഉണ്ടെങ്കിലും 3 വലിയ പെരുന്നാളുകളായ പെസഹ, പെന്തക്കോസ്തി, കൂടാര പെരുന്നാൾ ആഘോഷിക്കാൻ അവർ എവിടെ വരണം? യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളറകളിൽ, ലോകത്തിന്റെ അതിരുകളിൽ എവിടെയാണെങ്കിലും വരണം, അല്ലേ? കല്ലുപ്പാറയിൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ ജനുവരി മാസത്തിലാണല്ലോ ഇവിടുത്തെ വലിയ പെരുന്നാളുകളൊക്കെ, അല്ലേ? ആണ്. അപ്പോൾ നമ്മളുടെ ഗൾഫിലൊക്കെയുള്ള നമ്മുടെ മക്കളും പ്രിയമുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവധിയൊക്കെ നേരത്തെ തന്നെ എടുത്ത് ഇവിടെ വരുമല്ലയോ? അതുപോലെ തന്നെ യഹൂദന്മാരും വരണം. അവർ വരുമ്പോൾ ആലപിച്ചതാണ് ആരോഹണ സങ്കീർത്തനം, അല്ലേ?
സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനം സാംസ് ഓഫ് അസെന്റ്. യെരൂശലേം ദേവാലയത്തിലേക്ക് പെരുന്നാളുകൾക്ക് പോകാൻ വേണ്ടിയാ അവർ ഈ സങ്കീർത്തനം ആലപിച്ചത്. നമുക്കറിയാം, അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ തന്റെ അമ്മയപ്പന്മാരോടൊപ്പം പതിവ് പോലെ, അല്ലേ? ലൂക്കോസ് എവങ്കേലിസ്ത ബോധപൂർവം എഴുതി വെച്ച പദം അതാണ്. പതിവ് പോലെ എവിടേക്ക് പോയി? പെസഹ പെരുന്നാളിന് പോയി എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ എന്താ? പതിവായിട്ട് ദേവാലയത്തിൽ പോകുന്ന ചില ശീലങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാ. ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്, ദൈവ സാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ്. പരിശുദ്ധ അമ്മയുടെ യെരൂശലേം ദേവാലയത്തിലേക്ക് തന്റെ മകനുമായി 12 വയസ്സുള്ള തന്റെ മകനുമായിട്ടുള്ള യാത്ര എന്തിനു വേണ്ടിയാ? ദൈവ സന്നിധിയിലേക്കുള്ള, ദേവാലയത്തിലേക്കുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ. നോമ്പിന്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഇതുപോലുള്ള പതിവ് ശീലങ്ങൾ നമുക്കുണ്ടായിരുന്നല്ലേ? മലങ്കര നസ്രാണിക്ക് ഇതുപോലുള്ള പതിവ് ശീലങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ആളുകളുടെ എണ്ണം പെരുകുന്നുണ്ട്. ശൗലണീച്ച പടക്കോപ്പുകൾ ദാവീദ് എന്ത് ചെയ്യുന്നു? ഊരിയെറിയുന്നു. എന്നിട്ടോ 5 വെള്ളാരം കല്ലുകൾ എടുത്തുകൊണ്ട ഫെലിസ്ത്യ മല്ലന്മാരെയും ഗോലിയാത്തിനെയും തകർക്കുന്നത് ശൗലണീച്ച പടക്കോപ്പുകൾ വാരിപ്പുണരുകയല്ല. ദാവീദ് എന്ത് ചെയ്യുക? എനിക്കിത് ശീലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുക. പ്രിയമുള്ളവരെ, ഇന്ന് മലങ്കര നസ്രാണി പലപ്പോഴും നമ്മുടെ ആരാധനകളുടെ പശ്ചാത്തലങ്ങളിലും നമ്മുടെ സാമൂഹ്യപരമായ ചുറ്റുവട്ടങ്ങളിലും ഒക്കെ നമുക്ക് ശീലമില്ലാത്തതിനെയൊക്കെ വാരി പുണർന്നുകൊണ്ടിരിക്കുന്ന അശ്ലീലങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ചില പതിവ് ശീലങ്ങൾ നമുക്കുണ്ട്. നന്മകളുടെ ചില പതിവ് ശീലങ്ങൾ, പ്രാർത്ഥനകളുടെ, നോമ്പുകളുടെ, ദണ്ഡനമസ്കാരത്തിന്റെ ആചാര നൽവരത്തിൽ നിന്നും സ്വായത്തമാക്കുന്ന പതിവ് ശീലങ്ങൾ നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ പതിവ് ശീലങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഇന്ന് ദേവാലയത്തിൽ തന്നെ വരുന്ന ആളുകളുടെ എണ്ണം കുറവല്ലേ പ്രിയമുള്ളവരെ? അല്ലേ? തീർച്ചയായിട്ടുമാണ്. ഈ സമൃദ്ധിയൊക്കെ നമുക്ക് ഇന്നിന്റെ കാലഘട്ടത്തിലൊക്കെ ആയിട്ടുണ്ടല്ലേ? ഈ സമൃദ്ധി ഒന്നുമില്ലാത്ത കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ കല്ലുപാറയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ ഇപ്പം ധാരാളമായിട്ട് പണ്ടത്തെക്കാളും ഇപ്പോ കൃഷിയുള്ളത് റബ്ബർ കൃഷിയാണ്. ഇവിടെ പല പുരയിടത്തിലും കാണുവാനായിട്ട് സാധ്യമായി. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ സുന്ദര സ്വപ്നമാ എവിടേക്ക് കടക്കുക, ഏത് ദേശത്തേക്ക് പോകുക എന്നുള്ളതാ? കനാനിലേക്ക്. കനാനിന് 2 പ്രത്യേകതയുള്ള എന്തൊക്കെയാ? തേനും എല്ലാം ഉണ്ട് വേദപുസ്തകത്തിൽ. ആ തേനും പാലും ഒഴുകുന്ന ദേശം എന്നുള്ളതാ കനാന്റെ 2 പ്രത്യേകത. അതാ ഇസ്രായേലിന്റെ സുന്ദര സ്വപ്നമാണ് കനാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഞാൻ ഇതുവഴി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കല്ലുപ്പാറ ദേശമാണ് യഥാർത്ഥത്തിൽ കനാൻ ദേശം എന്ന് തോന്നിപ്പോവുക. ഇവിടെ ഇങ്ങനെ എത്രയോ പറമ്പുകളാണ് ഇങ്ങനെ റബ്ബർ വെച്ചിരിക്കുക. എന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പെട്ടി കൊണ്ട് വെച്ചിരിക്കുന്നു. റബ്ബറിൽ നിന്ന് എന്തൊഴുകും? പാല്. പെട്ടിയിൽ നിന്ന് എന്തൊഴുകും? ആ തേനും പാലും ഒഴുകുന്ന ഈ ദേശമാണ് യഥാർത്ഥത്തിൽ കനാൻ എന്ന് തോന്നിപ്പോകുക. നമ്മുടെ സമൃദ്ധിയിൽ പലപ്പോഴും നമുക്ക് ദൈവികപരമായ അനുഭവങ്ങളിൽ ദേവാലയത്തിലേക്ക് പോകുന്ന പതിവ് ശീലങ്ങളൊക്കെ നമുക്കില്ലാതെ അസ്തമിച്ചു പോകുന്നില്ലേ പ്രിയമുള്ളവരെ? ഇതൊന്നുമില്ലാത്ത കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. വസ്ത്രത്തിന് ദാരിദ്ര്യമുണ്ടോ? ഇന്ന് നമ്മുടെ അലമാരിയൊക്കെ തുറക്കുമ്പോൾ ഇങ്ങോട്ട് ചാടും, അതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതും. ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടോ? ചോർന്നൊരിക്കുന്ന പുരകളൊക്കെ ആയിരുന്നു ഇന്നത്തെക്കാളൊക്കെ കൂടുതൽ പണ്ട് കാലഘട്ടത്തിൽ. പക്ഷെ അന്നൊക്കെ സമ്പത്തൊക്കെ അല്പം കുറവാണെങ്കിലും സമൃദ്ധമായിരുന്നു പ്രാർത്ഥന. ഇന്നോ അല്ലേ? ഒരു കീറത്തുണി തലയിലിട്ട് വല്യപ്പച്ചനെ കൂട്ടുപിടിച്ച ചാണകം മെഴുകിയ തറയിൽ നിന്നുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് തന്നെ ദേവാലയത്തിൽ വരുന്നുണ്ടോ പ്രിയമുള്ളവരെ? സോമൻ കടലൂരിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. യുവാവേ നീ എവിടെയാണ്, യുവാവേ നീ എവിടെയാണ് അസ്തമിച്ചത്? തെരുവോരങ്ങളിലെ സമരപ്പന്തലുകളിൽ നീ ഇല്ല, അമ്മയ്ക്ക് ആതുരാലയത്തിൽ കൂട്ടിരിക്കുന്നിടത്തും നീ ഇല്ല. നീ എവിടാടാ യുവാവേ? ഐ മിസ് യുടാ എന്ന് പറയുന്ന സോമൻ കടലൂരിന്റെ മനോഹരമായ ഒരു കവിത. പ്രിയമുള്ളവരെ, ശരിയല്ലേ? നമ്മുടെ യുവാക്കന്മാരൊക്കെ ദേവാലയത്തിൽ നിന്നും വഴുതി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രാർത്ഥനകളുടെ പതിവുശീലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ, ദേവാലയത്തിന്റെ പതിവുശീലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കേണ്ടതാണ്.
രാജാവും നബിയുമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിന്റെ അന്തരീക്ഷത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കിയ മീവൽ പക്ഷിയെ പറ്റി 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പുത്തൻ തലമുറക്കാം ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനകളുടെ അന്തരീക്ഷത്തിൽ കൂടൊരുക്കുവാൻ, വീടൊരുക്കുവാൻ നമുക്ക് സാധ്യമാവണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനകളുടെ അന്തരീക്ഷങ്ങളെ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ആളുകളാ ഇല്ലയോ കല്ലുപ്പാറക്കാർ? ആണല്ലോ. എൻ്റെ അച്ഛ, ഞങ്ങൾ പുരാതനമായ ദേവാലയവും പുരാതനമായ ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബക്കാരൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ആളുകളാ. എന്നാ ഒന്ന് പരീക്ഷിച്ചാലോ? എന്നാ ഒന്ന് പരീക്ഷിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുമക്കൾ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടണം. ഈ 18 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ഒരു പാടാൻ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയാമോ? പണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ പാടിയ പാട്ട് പ്രായമുള്ള നിങ്ങളുടെ മനസ്സുകളിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ പാടുന്നത് കേൾക്കുന്നത് ആരാ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളാ. അപ്പോൾ ഇപ്പൊ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോന്ന് അന്വേഷിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്റെ കൂടെ ചേർന്ന് പാടുക 18 വയസ്സിൽ താഴെയുള്ളവർ. അതിരാവിലെ തിരുസന്നിധി. ഓ, നമ്മുടെ പച്ചസാരി ഇട്ട അമ്മാമ 40-ന്റെയും 50-ന്റെയും 60-ന്റെയും നിറവിലേക്ക് നടന്നെടുക്കുമ്പോഴും 18 താഴെയാകാനുള്ള അമ്മമ്മയുടെ ആഗ്രഹം നല്ലതാ. പക്ഷെ കാലചക്രം അത്രയൊന്നും അല്ലല്ലോ കടന്നു പോയതാ. 18 താഴെയുള്ളവർ മാത്രം പാടിയാൽ മതി. അതിരാവിലെ തിരുസൻ. 18 താഴെയുള്ളവർ എന്താ മക്കളെ പാടാത്തത്? ഇവര് പറയുന്നത്, എന്റെ അച്ഛ, ഞങ്ങളുടെ വീട്ടിലെ പാട്ടുപുസ്തകത്തിൽ ഈ പാട്ടില്ല. എന്നാ പിടിച്ചോ വേറെ പാട്ട്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. ഫ്രണ്ടിൽ ഇരിക്കുന്ന പിങ്ക് ഷർട്ട് ഇട്ട അച്ചായൻ ഇന്ന് ആധാർ കാർഡ് കാണിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. 18 വയസ്സിൽ താഴെയുള്ളവർ പാടാനാ പറഞ്ഞതാ. എന്താ പാടാത്തത്? പ്രാർത്ഥനകളുടെ പതിവുശീലങ്ങൾ എവിടെയാണ് പ്രിയമുള്ളവരെ? നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ പള്ളി വരുമ്പോൾ, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ട് ഞാനും കുറെ കാണിച്ചതാണല്ലോ. അതുകൊണ്ട് നമ്മളുടെയും ചില അനുഭവങ്ങളിൽ നിന്നായി പറയുന്നത്. നമ്മുടെ പള്ളിയിൽ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കല്ലുപ്പാറ ദേവാലയത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദേവാലയത്തിലെ അംഗമായിരിക്കുന്നോ ആ ദേവാലയത്തിലേക്കൊക്കെ ഞായറാഴ്ച നമ്മുടെ കുഞ്ഞു മക്കൾ വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്താ? നമ്മളുടെ ജോൺ മാത്യു അച്ഛൻ ഈ മനോഹരമായ കാപ്പയൊക്കെ അച്ഛനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അച്ഛൻ കാപ്പ ഇടുന്നത് പോലെ, തിളങ്ങുന്ന കാപ്പ പോലെ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞു മക്കൾ കുർബാന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എന്നിട്ട് എന്ത് കാണിക്കും? അമ്മയുടെ സാരിത്തുഞ്ചും ഷാളും ഒക്കെ എടുത്ത് അച്ഛൻ കാപ്പ ഇടുന്നത് പോലെ പുറം വഴി ഇടും. എന്നിട്ടോ അടുക്കളയിൽ നിന്നൊരു ചിരട്ട കൊണ്ടുവരും. എന്നിട്ട് കയറ് കെട്ടി നമ്മുടെ അച്ഛൻ എങ്ങനാ ധൂവക്കുറ്റി വീശും അതുപോലെ വീശി ദൈവമേ നീ പരിശുദ്ധനാവെന്നൊക്കെ പറഞ്ഞ് കുർബാന ഇല്ലും നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പൊ പ്രായമുള്ള നമ്മൾ പറയും, ഓ ഇവൻ വളർന്ന് പ്രായമാകുമ്പോൾ മലങ്കര സഭയുടെ കാതോലിക്കായോ നരണം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയാവും. ആണല്ലോ? ആണോ? അവൻ കാതോലിക്കയും ആവണ്ട, മെത്രാപ്പോലിത്തയും ആവണ്ട, വൈദികനും ആവണ്ട, സിസ്റ്റർ ആയില്ലേലും കുഴപ്പമൊന്നുമില്ല. അവൻ ഭാവിയിൽ എന്താവും? ഞായറാഴ്ച പള്ളി വരുന്ന കുഞ്ഞാവും. അവൻ ഏത് ജോലി ചെയ്തോട്ടെ, എന്തിനുമായിക്കോട്ടെ, അവൻ വൈദികനായിക്കോട്ടെ, അല്ലാത്ത ഏത് ജോലിയുമായിക്കോട്ടെ, അവൻ ഞായറാഴ്ച രാവിലെ കിടന്നുറങ്ങത്തില്ല. അവൻ എവിടെ വരും? അവൻ ഞായറാഴ്ച രാവിലെ പള്ളി വരും. കാരണം എന്താ? അവന്റെ അപ്പയുടെയും അമ്മയുടെയും കൈപിടിച്ച ഞായറാഴ്ച രാവിലെ പള്ളി വന്ന പതിവുശീലങ്ങൾ കുഞ്ഞുമക്കൾ കൊണ്ട്, അതുകൊണ്ട് അവൻ എന്ത് വരും? പള്ളിയിലേക്ക് വരും. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ ആരെയും കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചതാണോ? ആണോ? ഒന്നുമല്ല. അവർ പലരും വരയ്ക്കുന്നത് കണ്ട് അനുകരിച്ചല്ലേ വരച്ചത്. അതിന്റെ ദൈവശാസ്ത്രങ്ങൾ ഒരുപക്ഷെ സൺഡേ സ്കൂൾ അധ്യാപകരോ വികാരിയച്ഛന്മാരോ ഒക്കെ പഠിപ്പിച്ചു കാണും. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്ന് ഇടത്തേതിന്റെ മക്കളായി നമ്മളെ വലത്തേതിലേക്ക് ആക്കിയെന്നൊക്കെയുള്ള അതിന്റെ ദൈവശാസ്ത്ര ബോധ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കാണും. പക്ഷെ നമ്മുടെ മക്കൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചത് എങ്ങനെയാ? പലരും വരയ്ക്കുന്നത് കണ്ട് അനുകരിച്ചല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കുഞ്ഞു കുരിശ് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? വീട്ടിൽ കുരിശ് വരയ്ക്കുന്ന ഒരു മമ്മായും ഒരപ്പായും ആർക്ക് വേണം? കുഞ്ഞിന് വേണം. പ്രിയമുള്ളവരെ, അനുകരണങ്ങളിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ തലമുറകളിലേക്ക് നമ്മൾ കൈമാറുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മലങ്കര സഭയുടെ ആസ്ഥാനം എവിടെയാ? ദേവലോകം അരമനയാണ്. ദേവലോകം അരമനയിൽ പോയിട്ടുള്ളവരാ നിങ്ങളെല്ലാം, അല്ലേ? അവിടെ മനോഹരമായ ഒരു ദേവാലയമുണ്ട്. കൃത്യം പറഞ്ഞാൽ 1950 പശ്ചാത്തലങ്ങളിലാണ്
ആ ദേവാലയം കൂദാശ ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ ജേക്കബ് അച്ഛൻ ഒരുപക്ഷെ അറിയാമായിരിക്കും. അത് കൂദാശ ചെയ്ത് പണി പൂർത്തീകരിക്കുകയും കൂദാശ ചെയ്യുകയും ചെയ്തത് മലങ്കരയുടെ 3-ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ എന്ന കല്ലാശ്ശേരി ബാബ കുറിച്ചി ബാബയാണ്. എങ്ങനെയാണെന്നറിയാമോ? ദേവലോകം അരമനയിൽ ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ ഇല്ലായ്മകളുള്ള കാലഘട്ടത്തിൽ മലങ്കരയുടെ 3-ാം കാതോലിക്ക പണം സ്വരൂപിച്ചത് എങ്ങനെയാണെന്നറിയാമോ? 1950 പശ്ചാത്തലം, ഇല്ലായ്മകളും അല്ലലുകളുമുള്ള കാലഘട്ടം. അരയൂരി അരിവെച്ച 8-10 മക്കളുടെ വയറു നിറക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് ഓടി നടന്ന ഒരു കാലഘട്ടത്തിൽ ഉപജീവനത്തിന് വേണ്ടി അരി അളക്കുമ്പോൾ ഒരു പിടി മാറ്റിവെക്കും വല്യമ്മച്ചിമാർ. ആർക്ക് വേണ്ടി? പിടിയരി, സഭയ്ക്ക് വേണ്ടി. ആ പിടിയരി സ്വരൂപിച്ചിട്ടാണ് മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബ പണം സ്വരൂപിച്ചെന്ന് പറയുമ്പോൾ അനന്തര തലമുറകൾക്ക് പ്രാർത്ഥനകളെ, നോമ്പിനെ, സഭാജീവിതത്തെ തലമുറ കൈമാറുവാൻ ഉപജീവനത്തിന്റെ അംശം മാറ്റിവെച്ച പൂർവിക പിതാക്കന്മാരുടെ സഭയാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ ഇതെല്ലാം ആയപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാ? ഇന്ന് പള്ളി വരുന്നതിനെ എങ്ങനെയാ പള്ളി വരുന്നത്? നിങ്ങൾ പള്ളി വരുന്ന സമയം ഞാൻ പറയട്ടെ എങ്ങനെയാണെന്ന്. പല ആളുകളും പല രീതിയില്ല. ചില വെളിവ് നിറഞ്ഞോന്മാരുണ്ട്, അല്ലേ? ആണല്ലോ. ചില മറിയം ദീലേത്തോക്കാരുണ്ട്, ചില ഭൂവിലേഷന്മാരുണ്ട്, ചില പൗലോശ്ലീഹന്മാരുണ്ട്, ചില സേലൂൻ ബഷ്ലോമക്കാരുമുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഏതാണെന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ദേവാലയത്തിലേക്ക് പോകുന്ന പതിവുശീലങ്ങൾ നമുക്കുണ്ടാവണം. യുദ്ധം ചെയ്യുന്ന ജോഷുവായ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ ചിത്രം പുറപ്പാട് പുസ്തകത്തിന്റെ അകത്തളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോശയുടെ കരങ്ങൾ ഉയരുമ്പോൾ, പ്രാർത്ഥന ഉയരുമ്പോൾ ജോഷുവ യുദ്ധത്തിൽ ജയിക്കുന്നു. മോശയുടെ കരങ്ങൾ താഴുമ്പോഴോ തോക്കുന്നു. പ്രിയമുള്ള അമ്മമാരെ, അപ്പന്മാരെ, അനന്തര തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉയരുന്ന കരങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, ദേവാലയത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്ന പതിവ് അനുഭവങ്ങളിൽ ദേവാലയത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്ന ചില പതിവുശീലങ്ങൾ നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടം നിങ്ങൾക്കറിയാം. ഇപ്പോൾ പെരുന്നാളിന്റെ സമയമാണ്. ആരുടെ പെരുന്നാളിന്റെ സമയമാണ്? സഹദായുടെ പെരുന്നാളിന്റെ സമയമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, സഹദ മറ്റ് പരിശുദ്ധന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാ? പൗരസ്ത്യ സഭയുടെ ആരാധനാ രീതി പഠിക്കുമ്പോൾ അറിയാം, പൗരോഹിത്യത്തിന്റെ ശിരോവസ്ത്രങ്ങൾ അണിഞ്ഞ പല പരിശുദ്ധന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ സഹദ നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? എന്താ? ഒരു പട്ടാളക്കാരനും പരിശുദ്ധനാകാമെന്നുള്ള വലിയ സാധ്യതയാണ് ഗീവർഗീസ് സഹദ നമുക്ക് തരുന്നത്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കുടുംബജീവിതം നയിക്കുന്നു, സാമൂഹ്യപരമായ പലവിധമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളിൽ 100% മൂല്യാധിഷ്ഠിതമായി ക്രൈസ്തവ രീതിയിൽ യഥാർത്ഥപരമായി ചൈതന്യത്തോടുകൂടി ചെയ്താൽ നമുക്കും പരിശുദ്ധനാകാമെന്നുള്ള വലിയ സാധ്യതയല്ലേ പ്രിയമുള്ളവരെ ഗീവർഗീസ് സഹദ നമുക്ക് തരുന്നത്. അതുകൊണ്ട് പുരോഹിതനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പരിശുദ്ധനാകാൻ. ഗീവർഗീസ് സഹദ നമുക്ക് തരുന്ന വലിയ സന്ദേശമൊക്കെ അതാണല്ലോ പ്രിയമുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ ദൈവമാതാവ് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ത്രോണോസുകൾ ആരുടെ നാമത്തിലാ? സഹദായുടെ നാമത്തിലാ. എന്തുകൊണ്ടാ? ഒരു പട്ടാളക്കാരൻ തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ചില നിയോഗങ്ങളിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുള്ള തന്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ് ഇന്നും പരിശുദ്ധ സഹദായെ ഓർക്കുവാനായിട്ട് കാരണം. നിങ്ങൾ ക്രിസ്തുവിലേക്കൊന്ന് നോക്കിക്കേ, അവന്റെ ശിഷ്യന്മാരിലേക്കൊന്ന് നോക്കിക്കേ. ബഥേലിലും ബെഥാന്യയിലും ബെത്സയിദയിലും ബെത്ഫാഗയിലും ബെഥലഹേമിലും ഒക്കെ നീളുന്ന അവന്റെ 12 അപ്പോസ്തലന്മാർ, അതിൽ 11 പേർക്ക് എന്ത് ചെയ്തു? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ത്രോണോസുകൾ, അൾത്താരകൾ ഒരുങ്ങി. ഒരു മനുഷ്യനോ അക്കൽദാമ യൂദയ്ക്കൊരുങ്ങി. അവന്റെ കൂടെ നടക്കുവാൻ ഒരുപോലെ സാധ്യത ലഭിച്ച 12 പേർ. 11 പേർക്ക് ഇന്ന് ലോകത്തിൽ എത്രയോ ഭാഗങ്ങളിൽ ത്രോണോസുകൾ ഒരുങ്ങി. ഭാരതത്തിൽ തോമാശ്ലീഹായുടെ ത്രോണോസുകൾ എത്രയോ. അതുപോലെ ലോകത്തിൽ ഓരോ സഭയിൽ ഓരോ രാജ്യത്ത് അവന്റെ 11 ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് ത്രോണോസുകൾ ഒരുങ്ങി. ഒരാൾക്കൊരുങ്ങിയത് അക്കൽദാമ രക്തനിലമായിരുന്നു. നമ്മളാണ് തീരുമാനിക്കേണ്ടത്
നമ്മുടെ സാധ്യത എന്താണെന്നുള്ളത്. ഈ ലോക ജീവിതം അവസാനിപ്പിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറമുള്ള ഒരു സാധ്യതയെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ പ്രിയമുള്ളവരെ? അതാണ് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് ചിന്തിക്കണം. അവസാനമായി അഞ്ചാമത് പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നത് അത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ. യേശുവിന്റെ ക്രൂശിനരികിൽ അവന്റെ അമ്മയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയമും മറ്റു മറിയമും നിന്നിരുന്നുള്ളതാ. സുവിശേഷത്തിൽ അവസാനമായി പരിശുദ്ധ അമ്മയെ കാണുന്നത് ഇവിടെയാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മാളിക മുറിയിൽ ശിഷ്യന്മാരോടൊപ്പം നമ്മൾ അമ്മയെ കാണുന്നുണ്ടെങ്കിലും സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ കാണുന്ന അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നത്. ക്രൂശിന്റെ ചോട്ടിലാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നത്. ചിന്തിച്ചു നോക്കിക്കേ, കീറ്റുശീല പൊതിഞ്ഞ് ബെത്ലഹേമിലെ കല്ലടാവിൽ ജനിച്ച തന്റെ മകൻ ഇന്ന് കീറത്തുണി അണിഞ്ഞ് കാൽവറിയുടെ പശ്ചാത്തലത്തിൽ പിടഞ്ഞ് ചോര വാർന്ന കുരിശിൽ കിടന്ന് മരിക്കുന്നത് കാണുവാൻ മാത്രം വിധിക്കപ്പെട്ട് കരയുവാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഒരമ്മയുടെ ദാരുണ ചിത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് നമ്മൾ അവളെ ഭാഗ്യവതി എന്നൊക്കെയാ വിളിക്കുക. പരിശുദ്ധ അമ്മയുടെ പേര് മറിയം എന്ന, മീറ, മൂറോൻ, ഈ രണ്ട് പദങ്ങളുടെ സങ്കലങ്ങളിൽ നിന്നാണ് മറിയ എന്ന, മിരിയാം എന്ന പദമൊക്കെ വന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മറിയ മൂറോനും മീറയുമാണ്. മൂറോൻ എന്നാൽ ഒരു സുറിയാനി പദമാണ്, അതിന്റെ അർത്ഥം സുഗന്ധം എന്നാണ്. മീറ എന്നാൽ മാറയാണ്, മാറ. പഴയ നിയമത്തിൽ നമുക്കറിയാം, എനിക്ക് നിരവധി കഷ്ടതകൾ ദൈവം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി നവോമി അല്ല, മാറയാണ്. മാറ എന്നാൽ കയ്പെന്നർത്ഥം. രണ്ട് പദമാണ് മറിയ, മീറയും മൂറോനും. ഒന്ന് കയ്പും ഒന്ന് സുഗന്ധവും. സ്വജീവിതത്തിന്റെ കയ്പൻ അനുഭവങ്ങൾ കുടിച്ചുകൊണ്ട് സമൂഹത്തിന് സുഗന്ധം സന്നിവേശിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമായി എന്നുള്ളത് അവളുടെ ജീവിതത്തിന്റെ ഇന്നും ഓർക്കുവാൻ തേജോമയമായ ഓർമ്മയാകുവാനുള്ള കാരണമാണല്ലോ പ്രിയമുള്ളവരെ. 3 വയസ്സുള്ളപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടതാ. തന്റെ മാതാവും പിതാവും നഷ്ടപ്പെടുന്നു. യുയാക്കീമും ഹന്നയും മരിക്കുന്നു. 3 വയസ്സുള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടാലുള്ള വേദനകൾ, അത് പ്രായമാണെങ്കിൽ തന്നെ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടാൽ എന്ത് ശൂന്യതയായിരിക്കും നമുക്കുണ്ടാവുക. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്കോ 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം പറയുക. വേർപാടിന്റെ വേദനകൾ സഹിച്ചവള. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പരിശുദ്ധ അമ്മ ജീവിച്ചത് എവിടെയാണെന്നറിയാമോ? യെരൂശലേം ദേവാലയത്തിലാണ്. യെരൂശലേം ദേവാലയത്തിൽ വിശ്വാസികൾ കൊണ്ടുവരുന്ന കാഴ്ചയപ്പങ്ങളെ മൂടുന്ന തുണികൾ നെയ്തുകൊണ്ട് ദേവാലയത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ടവൾ. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. എന്തൊരു ഭാഗ്യമല്ലയോ! അവളുടെ അപദാനങ്ങളൊക്കെ നമ്മൾ പാടുമ്പോൾ ഭാഗ്യവതി എന്നൊക്കെ നമ്മൾ പാടും. ഭാഗ്യമാണോ പ്രിയമുള്ളവരെ? ആണോ? 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കൊച്ചുമക്കൾ ഈ കല്ലുപ്പാറ പള്ളി ജീവിക്കാന്ന് പറഞ്ഞാൽ ഭാഗ്യമാണോ? ഒരിക്കലും ഒന്നുമല്ല. ആണോ? കുഞ്ഞു മക്കളുടെ ബാല്യത്തിന്റെ ലീലകളും വിനോദങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, ദേവാലയത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് വേർപാടിന്റെ വേദനയോടുകൂടി ദേവാലയത്തിൽ കഴിയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭാഗ്യമൊന്നുമില്ല. തന്റെ ബാല്യത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അവസാനിപ്പിച്ച അവൾ ദേവാലയത്തിൽ കഴിയുന്നത്. 12 വയസ്സ് കഴിയുമ്പോഴേക്കും തനിക്ക് ലഭിക്കുന്നത് ആരെയാണ്? വിവാഹ നിശ്ചയത്തിലൂടെ ആരെ ലഭിക്കുന്നു? ജോസഫിനെ. സന്തോഷമാണോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കുന്ന കുടുംബജീവിതമാണ്, ദാമ്പത്യ ബന്ധമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ കാലഘട്ടം. ഇത് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള അമ്മമാർക്ക് എന്താ അത്ര സന്തോഷം ഇല്ലാത്തത്? എന്നാൽ ഒരു പൊതു തത്വം, ഈ അമ്മയ്ക്ക് വല്ല സന്തോഷമുണ്ടോ? തന്നെക്കാളും എത്ര ഇരട്ടി പ്രായമുള്ള മനുഷ്യനെന്നറിയാമോ ജോസഫ്? 4 ഇരട്ടി. നിങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ വഴക്കിന്റെയും പരിഭവത്തിന്റെയും ഒക്കെ അവസാനം നിങ്ങളെക്കാൾ വെറും 2, 3, 4 വയസ്സ് മാത്രം കൂടുതലാണ് നിങ്ങളുടെ സഹധർമ്മണന്മാർക്കെങ്കിൽ
നിങ്ങളുടെ വീട്ടിലെ ഗാർഹിക വഴക്കിന്റെ അവസാനം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ ഈ പടുവൃദ്ധനെയാണല്ലോ എനിക്ക് കിട്ടിയതാ. പരിശുദ്ധ അമ്മയ്ക്കോ 3-4 വയസ്സാണോ തന്നെക്കാളും 4 ഇരട്ടി പ്രായമുള്ള ജോസഫിന് സന്തോഷമാണോ? ഭാഗ്യവതിയാണോ? അതിനുശേഷമാണെങ്കിലോ വിവാഹത്തിന് മുമ്പ് തന്നെ അവിവാഹിത ഗർഭം ധരിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലണം. എവിടാ പറയുന്നത്? ലേവ്യ പുസ്തകം അല്ലേ? പരിശുദ്ധ അമ്മയോ 9 മാസം പരിശുദ്ധ അമ്മ ഉദരത്തിൽ കുഞ്ഞിനെ ഏറ്റെടുത്തു. ഭാഗ്യം. നമ്മൾ പാടാറുമുണ്ട് അല്ലേ? ഭാഗ്യമാണോ? ആ കാലഘട്ടത്തിന്റെ വ്യവസ്ഥിതിയിൽ ഒന്ന് ചിന്തിച്ചേ. ജനിതക ശാസ്ത്രത്തിന് വിരോധാഭാസമായി പുരുഷ സ്പർശമേൽക്കാതെ അവിവാഹിതയുടെ ഉദരത്തിൽ ആ ഗർഭം ധരിച്ച എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നാണ് അവളെ വിളിക്കുക. അങ്ങനെ വിധിക്കപ്പെട്ടവൾ അവൾ. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവളാ. ഭാഗ്യമാണോ? ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം ഈ കഥയുടെ ക്ലൈമാക്സും ട്വിസ്റ്റും എന്താ. 2024 ജീവിക്കും നമുക്ക്. ഇത് മാലാഖയിലാണെന്നും നമുക്കറിയാമായിരുന്നു അല്ലേ? ദൈവവചനത്താൽ മാലാഖയുടെ ദർശനം ഒക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇത് ദൈവത്താലാണെന്ന് ഈ പുത്രോത്പാദനം എന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊന്നും അറിയാത്ത, ഈ കഥയുടെ ക്ലൈമാക്സും ട്വിസ്റ്റും ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ 9 മാസം തന്റെ കുഞ്ഞിനെ ഉദരത്തിലേക്ക് ഏറ്റെടുക്കുന്നത്. വ്യഭിചാരിണി എന്ന് വിധിക്കപ്പെട്ടവളാണ്. ഭാഗ്യമാണോ? സാധാരണ അമ്മമാരെയും അപ്പന്മാരെയും സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷം. ഈ അമ്മയ്ക്ക് വല്ല സന്തോഷമുണ്ടോ തന്റെ മകനെ പറ്റി? വീഞ്ഞുകുടിയൻ, കള്ളപ്രവാചകൻ, വേശ്യകളുടെയും ചുങ്കക്കാരുടെയും പാപികളോടും സഹവർത്തിത്വമുള്ളവൻ എന്നൊക്കെ തന്നെ അല്ലേ ഈ അമ്മ തന്റെ മകനെ പറ്റി കേട്ടത്? അവസാനം കാൽവറിയുടെ പശ്ചാത്തലത്തിൽ തന്റെ മകൻ 33.5 വയസ്സാകുമ്പോൾ ചോരവാർന്ന് മരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ ദീനരോധനം. പ്രിയമുള്ളവരെ, കരയുവാൻ മാത്രം വിധിക്കപ്പെട്ട ഒരമ്മയുടെ ദീനരോധനത്തെ പറ്റി ചിന്തിക്കണം. ഭാഗ്യമാണോ പ്രിയമുള്ളവരെ? അതെ, പരിശുദ്ധ അമ്മ നമ്മളോട് കാൽവറിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സഹനങ്ങളെ പുഞ്ചിരിച്ച് നേരിടുവാൻ, സഹനങ്ങളെ സധൈര്യം നേരിടുവാൻ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്. ജീവിതത്തിന്റെ ചെറിയ ചെറിയ പ്രതിസന്ധിയിൽ ജീവിതം മടുത്തു പോകുമ്പോൾ, മടുത്തു, ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അമ്മ മറിയത്തെ ശാന്തമായി നമ്മളൊന്ന് ചിന്തിക്കണം. അവൾ സഹിച്ചത്ര അലച്ചിലുകളോ അനിശ്ചിതത്വങ്ങളോ നമ്മൾ ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ? എന്നിട്ടും സഹനത്തിന്റെ അമ്മയോട് നമ്മുടെ പ്രാർത്ഥന എന്താ? ജീവിതത്തിന്റെ സഹനങ്ങൾ ഇല്ലാതാക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ചില സഹനങ്ങൾ, ചില ക്ഷതങ്ങൾ, ചില പ്രതികൂലമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെയൊക്കെ നേരിടുവാനായിട്ട് സാധ്യമാവണം. തകർന്ന് താളടിയാകുവാൻ ദൈവം അനുവദിക്കുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. പണ്ടൊക്കെ രോഗം വരുന്നത് പ്രായമായിരുന്നു അതിൻ്റെ ഒരു കാരണം അല്ലേ? ഇന്ന് പ്രായം വല്ലതും കാരണമാണോ രോഗത്തിൻ്റെത്? എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് പരിമല ആശുപത്രിയിലാണ്. പരിമലയിൽ അവള് കുറേയേറെ നാള് അതിൻ്റെ അകത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ന്യൂക്ലിയർ സയൻസ് വിഭാഗത്തിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് പെറ്റ് സ്കാൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്യാൻസറിന്റെ നിർണയം നടക്കുന്ന ധാരാളം ചെലവുകളുള്ള ഒരു ചികിത്സാ രീതിയൊക്കെയാണ് പെറ്റ് സ്കാൻ എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ സമീപ ഹോസ്പിറ്റലുകളിൽ വളരെ തുലയും കുറവ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ഈ പെറ്റ് സ്കാന്റെ സാങ്കേതിക വിദ്യയൊക്കെ. അത് നമ്മുടെ സഭയുടെ പരിമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിലുണ്ട്. അവിടെയാണ് അവൾ ജോലി ചെയ്യുക. ഓരോ ദിവസവും പരിമല ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സങ്കടത്തിന്റെ ചില കഥകളുമായിട്ടാണ് പ്രിയമുള്ളവൾ വീട്ടിലേക്ക് വരിക. 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ലുക്കീമിയ, 5 മാസം പ്രായമുള്ള കുഞ്ഞിന് സംസാരശേഷി വീണ്ടെടുക്കുന്നതിന് മുമ്പ് അർബുദം ശരീരമാസകലം ബാധിച്ചിരിക്കുന്നു. ഇതിന്റെ റിപ്പോർട്ട് ആ ഡോക്ടർ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മാതാപിതാക്കന്മാർക്ക്. 4th സ്റ്റേജിലാണ്. ഇനിയും വലിയ പ്രതീക്ഷയൊന്നുമില്ല, പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന നിമിഷങ്ങളിൽ ഇതിന്റെ റിപ്പോർട്ട് ഹതഭാഗ്യന്മാരായി മാതാപിതാക്കന്മാരോട് കൊടുത്തിട്ട് ഡോക്ടർ ഒരു വാചകം പറയും, നിങ്ങളുടെ മകൾക്ക് ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ
തകർന്ന് തരിപ്പണമാകുന്ന മാതാപിതാക്കന്മാരെ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒക്കെ ആയിരിക്കുന്നത് നമ്മളുടെയൊക്കെ വലിയ ഗർവിന്റെ ഭാവം കൊണ്ടാണോ, നമ്മുടെ അഹങ്കാരത്തിന്റെ ഭാവം കൊണ്ടാണോ നാം ഇവിടെ ആയിരിക്കുന്നത്? നമുക്ക് എത്ര പേർക്കാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നിന്നും ഈ പ്രാർത്ഥനാ സംഗമത്തിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുമെന്ന് എത്ര പേർക്കാ പ്രിയമുള്ളവരെ ഉറപ്പുള്ളത്? അല്ലെങ്കിൽ ഇന്ന് രാത്രി കടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് നമുക്ക് എത്ര പേർക്കാ ഉറപ്പുള്ളത്? എന്നിട്ടും നമ്മളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ അലാറം വെക്കും. എന്താ 5 മണി എന്ന അലാറം വെച്ചിട്ടാ നമ്മൾ ഇന്ന് കിടക്കയിലേക്ക് പോകുക. പ്രിയമുള്ളവരെ, പ്രതീക്ഷകളാണല്ലോ. ദൈവം നമ്മളുടെ ജീവിതത്തിലൂടെ പറയുകയാണ്, മനുഷ്യൻ സാധ്യതകളൊക്കെ ഒത്തിരിയേറെ കണ്ടുപിടിച്ചെങ്കിലും മരണത്തിനൊരു മരണം കണ്ടുപിടിക്കുവാൻ ഒരു ടെക്നോളജിക്കും സാധ്യമല്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ എത്രമാത്രം നിസാരനാണ്, എത്രമാത്രം നിസ്സംഗതയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് അഹങ്കരിക്കാൻ പ്രിയമുള്ളവരെ ഒന്നുമില്ല എന്ന് കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 70 ലക്ഷം കൊറോണ വന്ന് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് 70,07,000 ആളുകൾ മരിച്ച മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. WHO UN ഔദ്യോഗിക കണക്കാണ്. ഇതിൽ കണക്ക് മറച്ചു വെച്ചതും കണക്ക് മറക്കാതെ വെച്ചതും ഒക്കെ കഥകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. 70,07,000 ആളുകൾ ഏറ്റവും കുറഞ്ഞത് മരിച്ചു എന്നുള്ളതാണ്. കൊറോണ വന്ന് മരിച്ചു എന്നുള്ളതാണ്. നമ്മൾ പലർക്കും കൊറോണ വന്നു, പക്ഷെ മരിച്ചില്ല. നമ്മളുടെയൊക്കെ പല ഭവനങ്ങളിലും 1-2 മരണങ്ങൾ സംഭവിച്ചു. മാതാപിതാക്കന്മാർ ജീവിച്ചിരുന്നപ്പോൾ മക്കളുടെ മരണം കാണേണ്ടി വന്ന മാതാപിതാക്കന്മാരുടെ ദാരുണ ചിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു ആയുസ്സോടെ തന്നിരിക്കുകയാ. എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? ഒന്ന് പൂക്കുവാൻ, അതിവൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെക്കുവാൻ. കാരണം എന്താ? ഇല തളിർത്തതായ നിന്നത്. അതാ കാരണം പ്രിയമുള്ളവരെ. ഇല തളിർത്തതായ വൃക്ഷത്തെ ശപിക്കുകയാ. കാരണം എന്താ? ഒരു വൃക്ഷത്തിന്റെ ഇല എന്തിനു വേണ്ടിയാ? അതിന്റെ സ്വയമേവ നിലനിൽപ്പിന് വേണ്ടിയാ. ഫലം എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് വേണ്ടിയാ. മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കാതെ സ്വന്തം അസ്തിത്വത്തിന് വേണ്ടി മാത്രം, സ്വന്തം ജീവിതം മാത്രം സംരക്ഷിക്കുവാൻ വേണ്ടി നിലനിൽക്കുന്നവനെ ഒക്കെ ദൈവം നശിപ്പിക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുക, ജീവിതത്തിന്റെ സഹനങ്ങൾ, നൊമ്പരങ്ങൾ അതിനെ പുഞ്ചിരിച്ച് നേരിടുവാൻ, സധൈര്യം നേരിടുവാൻ നമ്മളോട് പറയുക. അതുകൊണ്ട് നാം അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. നാം എടുത്ത ശ്വാസം തിരിച്ച് നമുക്ക് വിടുവാൻ ദൈവമാണ് നമ്മളെ ഇടയാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന അനുഭവം നിന്നുകൊണ്ട് എത്രമാത്രം അനുതാപത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാണ്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് മനോഹരമായ ഒരു പ്രാർത്ഥന. എന്താ? ദൈവമേ, എന്റെ ആയുസിന്റെ മധ്യേം നീ എന്നെ എടുത്തുകൊണ്ട് പോകരുത്. ഈ ദാവീദ് തന്നെ സങ്കീർത്തനത്തിൽ വീണ്ടും പാടുന്നുണ്ട്. എന്താ? 7-10 ഏറെയായാൽ 80. എന്നാൽ ദാവീദിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? എന്റെ ആയുസിന്റെ മധ്യം നീ എന്നെ എടുത്തുകൊണ്ട് പോരെന്ന് പറഞ്ഞ അർത്ഥം എന്താ? 7-10 ഏറെയാൽ 80, 80ന്റെ പകുതി 40. 40 എന്റെ കർത്താവ് എന്നെ വിളിക്കില്ലെന്നാണോ? അല്ല. ദൈവമേ, ഏതു പ്രായത്തിൽ നീ എന്നെ വിളിച്ചാലും രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണദൂതൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവസാന നിമിഷം ദ്രുതഗതിയിൽ അനുതാപത്തിന്റെ വിചാരങ്ങൾ എന്റെ അന്തരംഗത്തിൽ തന്നിട്ട് മാത്രമേ എന്റെ ദൈവമേ എന്നെ വിളിക്കാവേ എന്നാണ്. എന്റെ ആയുസിന്റെ മധ്യേ നീ എന്നെ വിളിച്ചു കൊണ്ട് പോകരുത് എന്ന പ്രാർത്ഥനയുടെ അർത്ഥം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാവട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ അമ്മയുടെ 5 യാത്രകൾ 5 നിയോഗങ്ങളായിരുന്നു. അവൾ ഏറ്റെടുത്ത യാത്രകൾ. നമ്മളും ഇതുപോലെ യാത്ര ചെയ്യുന്നവരാ. ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ ഈ ഭവനത്തിൽ, നമ്മൾ ഈ ദേവാലയത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ പണ്ട് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കണം നിങ്ങളുടെ ഈ യാത്രകളുടെ നിയോഗങ്ങൾ. തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ല എങ്കിൽ തിരുസന്നിധിയിൽ നിന്നും ഞങ്ങളെ നീ പറഞ്ഞയക്കരുതേ. തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ല എങ്കിൽ തിരുസന്നിധിയിൽ നിന്നും ഞങ്ങളെ നീ പറഞ്ഞയക്കരുതേ. ഇങ്ങനൊരു അവസരം തന്ന ഏറ്റവും വന്ദിനായ ജോണച്ചനോട്, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായിരുന്ന വന്ദിനായ ജേക്കബ് അച്ഛനോട്, എൻ്റെ പ്രിയ സഹോദരൻ ടിജോ അച്ഛൻ, നല്ല ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരോടുമുള്ള നന്ദി. ദൈവനാമം മാത്രം മഹത്വീകരിക്കപ്പെടട്ടെ.